നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷ നടത്തിപ്പിൽ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് കേന്ദ്ര സർക്കാർ. പ്രവേശന പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് നൽകുന്നത് കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയ ഉന്നത വൃത്തങ്ങൾ ജന്മഭൂമിയോട് പറഞ്ഞു. NTA സ്വതന്ത്ര ഏജൻസി ആയതിനാൽ സർക്കാരിന് പ്രതിദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാനാവില്ലെന്നും വീഴ്ച സംഭവിച്ചതിന്റെ ഉത്തരവാദിത്തം ഉള്ളതിനാലാണ് ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് സുബോധ് കുമാർ സിംഗിനെ മാറ്റിയതെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. നീറ്റ് പ്രവേശന പരീക്ഷയിൽ ഏതെങ്കിലും കേന്ദ്രത്തിൽ മതിയായ സമയം വിദ്യാർത്ഥികൾക്ക് ലഭിച്ചില്ലെങ്കിൽ നഷ്ടമായ സമയം അധികമായി നൽകുക എന്നതാണ് നിർദ്ദേശം. എന്നാൽ ഇത്തവണ അതിനു പകരമായി സമയം നഷ്ടമായ സെന്ററുകളിലെ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകി. ഇതാണ് വിവാദങ്ങൾക്കെല്ലാം തുടക്കമായത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് NTA ഗ്രേസ് മാർക്ക് നടപ്പാക്കിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ പുതിയ ഉന്നതതല വിദഗ്ധ സമിതി പരിശോധിക്കും. NTA വരുത്തേണ്ട പരിഷ്കാരങ്ങളും സമിതി സമർപ്പിക്കും. നീറ്റ്, നെറ്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്ന 4500-ലേറെ കോച്ചിംഗ് സെന്ററുകളാണ് രാജ്യത്തുള്ളത്. ഈ കോച്ചിംഗ് സെന്ററുകളുടെ സ്വാധീനം ഡൽഹിയിൽ നടക്കുന്ന സമരത്തിലും കോടതികളിലെ കേസിലും ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. നീറ്റ് പരീക്ഷയിൽ പാറ്റ്നയിൽ 17 കുട്ടികളാണ് ചോദ്യപേപ്പർ ചോർത്തി പരീക്ഷ എഴുതിയ കേസിൽ ഡീബാർ നടപടികൾക്ക് വിധേയമായത്. ഗുജറാത്തിലെ ഗോദ്രയിൽ 30 വിദ്യാർത്ഥികൾക്കെതിരെയും പരീക്ഷാ ക്രമക്കേടുകളിൽ നടപടികളെടുത്തു. ഇതിനു പുറമെ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ കോപ്പിയടി അടക്കമുള്ളവയ്ക്ക് പിടിച്ച 63 വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്തതടക്കമുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷ അന്യായ രീതിയിൽ തടയുന്നതിനുള്ള നിയമം അനുസരിച്ചുള്ള നടപടികളും കുറ്റക്കാർക്കെതിരെ ഉണ്ടാകും. പൊതുപരീക്ഷകൾക്കായി 1986 മുതൽ സ്വതന്ത്ര സംവിധാനമാണ് നിലവിലുള്ളത്. കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ഇടപെടലുകൾ നടത്താനാവില്ല. പരീക്ഷ നടത്തിപ്പും ഫലം പ്രസിദ്ധീകരിക്കുന്നതുമെല്ലാം സ്വതന്ത്ര ഏജൻസികളാണ്. ഏജൻസികളുടെ ചുമതലക്കാരെ നിശ്ചയിക്കുന്നത് മാത്രമാണ് സർക്കാരിന്റെ കർത്തവ്യം. എന്നാൽ വീഴ്ച കണ്ടെത്തിയപ്പോൾ ഏജൻസിയുടെ പരിഷ്കരണമടക്കം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു, കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. അതിനിടെ നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് CBI FIR രജിസ്റ്റർ ചെയ്തത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ പരാതിയെ തുടർന്നാണ് CBIയുടെ നടപടി. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി CBI വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അടക്കം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷണ പരിധിയിലുണ്ട്. ലോക്കൽ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തു. ബീഹാറിലെ പാറ്റ്ന, ഗുജറാത്തിലെ ഗോദ്ര എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക സംഘങ്ങളെ തന്നെ നിയോഗിച്ചതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. UGC നെറ്റ്, നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി ബീഹാറിൽ എത്തിയ പ്രത്യേക CBI സംഘത്തിനെതിരെ ആക്രമണമുണ്ടായി. നവാഡ ജില്ലയിലാണ് അക്രമമുണ്ടായത്. അക്രമികളിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. കാസിയാദി ഗ്രാമത്തിലാണ് CBI ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണമുണ്ടായത്. വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ഒരു വനിത ഉൾപ്പെടെ 4 അംഗ CBI സംഘമാണ് ഇവിടെ ആക്രമിക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.